സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടാൽ ആളുകൾ അത് ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് പ്രധാന ഒരു കാരണമാണ്. ഇതിനായി മെറ്റാഡ്സ് നൽകിയിരിക്കുന്ന ഒരു ഒബ്ജക്റ്റീവാണ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്നുള്ളത്. വെറും ഒരു പരസ്യം കാണിക്കുന്നതിനപ്പുറം നിങ്ങളുടെ ബ്രാൻഡുമായിട്ട് കൂടുതൽ ആക്ഷൻ, അല്ലെങ്കിൽ ഒരു ബന്ധം കൊണ്ടുവരിക, ഒന്നെങ്കിൽ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ അവർ നിങ്ങൾ മെസ്സേജ് അയക്കാനൊക്കെയുള്ള ഒരു ആക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് കുറഞ്ഞ ചെലവിൽ കൂടുതൽ മെസ്സേജുകളും അല്ലെങ്കിൽ കൂടുതൽ എൻഗേജ്മെന്റ് ലൈക്ക് അതേപോലെ തന്നെ കമൻസ് പോലുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ മുബാറക് സിജെ. മെറ്റാഡ്സ് ഫ്രീ കോഴ്സ് സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്താണെന്നുള്ളത് നോക്കാം. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ്സുമായിട്ട് കണക്ട് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളെ മെറ്റ കണ്ടെത്തി അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യത കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നത്, അപ്പോൾ നിങ്ങളടുത്തൊരു സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ പറ്റിയുള്ള ഒരു വീഡിയോ, ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്യുമ്പം അതിലേക്ക് വരുന്ന മെസ്സേജുകൾ സാധാരണ നിങ്ങൾ സെയിൽസ് ആഡിലോ ലീഡിലോ ചെയ്യുന്ന പോലെയുള്ള ആളുകളായിരിക്കില്ല അതിൽ വരിക. ഇതിനോടൊരു താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ അവർ ആക്ഷൻ ഒന്നും എടുക്കാൻ സാധ്യത ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം നിങ്ങളൊരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് എന്താണ് ആ കോഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള രീതിയിലുള്ള ഒരു ആക്ഷൻ ആയിരിക്കും ആ സൈഡിൽ നിന്ന് വരിക. അപ്പോൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനും ലീഡ് ജനറേഷൻ ക്യാമ്പയിനും തമ്മിൽ രണ്ട് വ്യത്യസ്തമാണ്. നിങ്ങൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 100 മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു 10% അല്ലെങ്കിൽ അതിന് താഴേക്ക് ഒരു 5% മാത്രമാണ് കൺവേർഷൻ സാധ്യത ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ വരുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാൻ സാധ്യതയുള്ള ആളുകളായിരിക്കില്ല ഈ ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ വരാം. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എഡ്യൂക്കേഷൻ സെക്ടറിലാണെങ്കിൽ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി ഒരു എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോക്ക് എൻഗേജ്മെൻറ്റ് കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോക്ക് താല്പര്യമുള്ള ആളുകളിലേക്കായിരിക്കും ഈ വീഡിയോ എത്തുക. അല്ലെങ്കിൽ ആ ഒരു മേഖല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളിലേക്കായിരിക്കും ഈ ഒരു വീഡിയോ എത്തുക. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും നിങ്ങളെ വിളിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കും, ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എന്താണ്, ഈ കോഴ്സിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ബെനിഫിറ്റ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻ ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു ക്യാമ്പയിനിൽ കൺവേർഷൻ വളരെ കുറവായിരിക്കും. മെസ്സേജ് നിങ്ങൾക്ക് ഒരുപാട് വരും, എന്ന സാധ്യത കുറവായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് നല്ല രീതിയിൽ അതിനെ റീമാർക്കറ്റിങ്ങും നല്ല രീതിയിൽ ഫോളോ അപ്പിങ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ അതിന് നിങ്ങൾക്ക് മെസ്സേജ് സെയിൽസ് ആയിട്ടോ അല്ലെങ്കിൽ സർവീസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പം ഒരിക്കലും തന്നെ നിങ്ങൾ ലീഡ് ജനറേഷന് പകരമായിട്ട് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയില്ല. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു വേറെ രീതിയിൽ തന്നെയാണ് വരിക. അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇതിലൊരു 100 ആളുകൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10% ആളുകളായിരിക്കും നിങ്ങൾക്ക് റീപ്ലൈ അയക്കാൻ സാധ്യത ഉണ്ടാവുക. പിന്നെ പ്രധാനമായിട്ടും ഇതിലൊരു കൺവേർഷൻ കൂടാൻ സാധ്യതയുള്ള ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ഫാസ്റ്റ് ആയിട്ട് റീപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിൽ സെയിൽസും കൂടാൻ സാധ്യത ഉണ്ടാവും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാവും. പിന്നെ ഇതിലുള്ള ആളുകളുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഇവർ ആ ഒരു മേഖലയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളൊരു കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മെസ്സേജ് അയക്കുന്ന ആളുകൾ ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ഏത് കോഴ്സ് എടുക്കണം, ഏത് കോഴ്സിൽ ജോയിൻ ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊന്നും അവരൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അവരതിനെപ്പറ്റി റിസർച്ച് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഈ ഒരു സജഷൻസും കൂടെ അവർക്ക് വന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്, അപ്പോൾ അവർ നോക്കും, ഓക്കെ ഈ കോഴ്സ് എന്താ നിങ്ങളോട് നോക്കാം എന്ന രീതിയിലേക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മാറ്റം. പക്ഷേ ലീഡിലേക്ക് പോകുമ്പോൾ അത് വ്യത്യസ്തമാണ്. കാരണം ലീഡിൽ സാധ്യത കൂടുതലുള്ള ആളുകളിലേക്കായിരിക്കും വരിക. അപ്പോൾ അത് രണ്ടും തമ്മിൽ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോസ്റ്റ് കുറവാണ് ഈ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന്. ലീഡിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടെ കോസ്റ്റ് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ഇത് രണ്ടും തമ്മിലുള്ള മാറ്റമാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, ഞാൻ ഈ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ വാട്സപ്പ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും വെറുതെ എൻക്വയറികൾ ഇങ്ങനെ വരികയാണ് ചെയ്യുക, സെയിൽസ് ഒന്നും നടക്കുന്നില്ല, അതിൻ്റെ ടാർഗറ്റിംഗ് മാറ്റണം എന്നൊക്കെ ചോദിക്കും. അപ്പം ഇതിൻ്റെ ടാർഗറ്റിംഗ് മാറ്റണം എന്നൊന്നുമില്ല, പ്രധാനമായിട്ടും ഈ പറഞ്ഞുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനുകളൊക്കെ ചെയ്യുമ്പോൾ മാക്സിമം ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങൾ, വാട്സപ്പ് ഓട്ടോമേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. കാരണം ആളുകൾ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് അതിന് ഇൻഫർമേഷൻ പാസ് ചെയ്യാനൊക്കെ ഈ ഓട്ടോമേഷൻ കൊണ്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ മാനുവലി റീപ്ലൈ കൊടുക്കുന്നതൊക്കെ കുറയ്ക്കാനൊക്കെ പറ്റും. എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്തിട്ടും നല്ല രീതിയിൽ സെയിൽസ് കൊണ്ടുവന്ന ആളുകളുണ്ട്. ഞാനിതിൻ്റെ ഒരു ഭാഗം പറഞ്ഞെന്ന് മാത്രം. ഇത് മാർക്കറ്റിംഗ് ആണ്. പലർക്കും പല ആംഗിളിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വരിക. ചിലപ്പോൾ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനിൽ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവില്ല, ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാത്ത ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഭയങ്കര റിസൾട്ടും ആയിരിക്കും.
അപ്പോൾ ഇതൊക്കെ വ്യത്യസ്ത വ്യൂ പോയിന്റിലും വ്യത്യസ്ത രീതിയിൽ നമ്മൾ ടെസ്റ്റ് ആൻഡ് ട്രയൽ ചെയ്ത് നോക്കി ഏതാണോ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ സെറ്റപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. എൻഗേജ്മെന്റ് ക്യാമ്പയിനിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എൻഗേജ്മെന്റ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് വാട്സപ്പ് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ പേജിൻ്റെ വീഡിയോയുടെ ഒക്കെ എൻഗേജ്മെന്റ് കൂട്ടാനൊക്കെ ഇതിലുള്ള ക്യാമ്പയിൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഒരു എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. എങ്ങനെ നമുക്ക് എൻഗേജ്മെന്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ആഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇതുപോലെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് ചോദിക്കും എൻഗേജ്മെന്റ് ക്യാമ്പയിൻ. അപ്പോൾ എൻഗേജ്മെന്റ് ക്യാമ്പയിനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്. അതായത് ഇൻസ്റ്റാഗ്രാമിലേക്കും മെസ്സഞ്ചറിലേക്കും അതേപോലെ തന്നെ വാട്സപ്പിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് കൊണ്ടുവരാം. അതല്ലെങ്കിൽ നിങ്ങൾ വീഡിയോന് വ്യൂ കൂട്ടാം, പോസ്റ്റിൻ്റെ എൻഗേജ്മെൻറ്റ് കൂട്ടാം, കൺവേർഷൻസും ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പോസ്റ്റിൻ്റെ എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമൻറ്റും ലൈക്കും കുറച്ച് കൂട്ടാൻ, അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോ അത്യാവശ്യം ലൈക്കും കമൻറ്റുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാമ്പയിൻ ചെയ്താൽ മതി. പിന്നെ കൺവേർഷൻസും കോളും ആണ്. ഇപ്പോൾ ഇതിൽ നേരെ എൻഗേജ്മെൻറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാനുവൽ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കൂടുതൽ ആളുകളും ഈ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ചൂസ് ചെയ്യാറ് വാട്സപ്പിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ ആ ഒരു കാര്യത്തിൻ്റെ എക്സാമ്പിളൊക്കെ ഞാൻ മുൻപ് ഇൻട്രോയിൽ പറഞ്ഞു, ഈ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിനിൽ വരുന്ന മെസ്സേജിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ ആ ഒരു മൈൻഡിൽ ആ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ക്രിയേറ്റീവിൽ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിലൂടെ തന്നെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കുറഞ്ഞ കോസ്റ്റിൽ നല്ല റിസൾട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ വഴിയും സഹായിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ നെയിം കൊടുക്കാം. അതേപോലെ തന്നെ നേരത്തെ ബഡ്ജറ്റിൻ്റെ കാര്യം പറഞ്ഞു, കഴിഞ്ഞ വീഡിയോയിൽ ബഡ്ജറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇവിടെ ആഡ് സെറ്റ് ബഡ്ജറ്റ് ഇപ്പോൾ കൊടുത്താൽ മതി. ഇവിടെ വേറെ ഒന്നും ചെയ്യേണ്ട, നേരെ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം, അതായത് കൺവേർഷൻ ഏത് ടൈപ്പാണ് വേണ്ടതെന്നുള്ളത് നമ്മൾ ഇവിടെയാണ് ഡിസൈഡ് ചെയ്യുക. അപ്പം മെസ്സേജ് ആയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ, അത് വാട്സപ്പിലേക്കാണ് മെസ്സേജ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ഡെസ്റ്റിനേഷൻ കൊടുത്തിട്ട് വാട്സപ്പ് ടിക്ക് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും മെസ്സഞ്ചറിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 3 ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം മാത്രം മതി, ഇൻസ്റ്റാഗ്രാം മാത്രം ടിക്ക് ചെയ്യുക. അതായത് ഏതിലേക്കാണോ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നത് അത് മാത്രം നിങ്ങൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. മൾട്ടിപ്പിൾ ആയിട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ടും ചെയ്യാം. അപ്പോൾ മെസ്സേജ് ഡെസ്റ്റിനേഷൻ ഓൾറെഡി ഡിഫോൾട്ടായിട്ട് അവിടെ സെലക്ട് ആയി കൊടുക്കും. പിന്നെ പ്രധാനമായിട്ടും വരുന്നത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റും അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇനി ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാഗ്രാം സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിൽ ഞാൻ കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത് മെസ്സേജ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ അത് മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. കാരണം വാട്സപ്പിലേക്ക് മെസ്സേജ് വരാൻ വേണ്ടിയിട്ടുള്ള ആഡുകളായിരിക്കും കൂടുതൽ ആളുകൾ എൻഗേജ്മെൻറ്റ് ക്യാമ്പയിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യാണ്. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പം അവിടെ ഒന്നും ചെയ്യേണ്ട. പിന്നെ ഡെയിലി ബഡ്ജറ്റാണ്. ഡെയിലി ബഡ്ജറ്റ് നിങ്ങൾക്ക് എത്രയാണോ അഫോർഡബിൾ ആയിട്ടുള്ളത് ആ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. മിനിമം എമൗണ്ട്, അതായത് മിനിമം സ്പെൻഡിങ് എമൗണ്ട് 200 രൂപ അല്ലെങ്കിൽ 300 രൂപയെങ്കിലും ഡെയിലി നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു എമൗണ്ടിന് മുകളിൽ ടാക്സും GST കൂടെ വരും. അപ്പോൾ 400 + 18% എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് ചാർജ് പോകട്ടോ. അപ്പോൾ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പിന്നെ സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, പിന്നെ അതേപോലെ തന്നെ മറ്റുള്ള കാര്യം എന്ന് വെച്ചാൽ ലൊക്കേഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ലൊക്കേഷൻ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ലൊക്കേഷൻ എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, എക്സ്ക്ലൂഡ് എന്നുള്ള സെലക്ട് ചെയ്ത്. ഇപ്പോൾ എനിക്ക് കേരള വേണ്ട, ഇന്ത്യയിൽ ഓൾ ഓവർ കേരള വേണ്ട, ഓൾ ഓവർ ഇന്ത്യയിൽ കേരള മാത്രം എക്സ്ക്ലൂഡായി കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡായിട്ട് ഇവിടെ വരും. അപ്പം നിങ്ങൾ ലൊക്കേഷൻ ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതായത് ഈ എക്സ്ക്ലൂഡിങ് ഓപ്ഷൻ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഓൾ കേരള ചെയ്യണം, അതിൽ നിങ്ങൾക്ക് ഇന്ന ജില്ലകളോ അല്ലെങ്കിൽ ഇന്ന പിൻകോഡുള്ള സ്ഥലങ്ങളോ അവർക്ക് ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഭാഗം എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്തത് ഓഡിയൻസ് സജഷൻസ് ആണ്. ഇവിടെ ഓഡിയൻസ് സജഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏജ്, ജെൻഡർ, അതേപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് ബേസിലുള്ള കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഒരു മാക്സിമം ഒരു 3 വരെ ഇൻട്രസ്റ്റ് ഒക്കെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി, ഓവറായിട്ട് കൊടുക്കേണ്ട. അതേപോലെ തന്നെ ലാംഗ്വേജ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ലാംഗ്വേജസ് കൊടുക്കുക. അതായത് മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് മാത്രം മതി. ഇവിടെ മലയാളം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. മലയാളം എന്നുള്ളത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം വരും. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ പേജ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ആഡ് സെറ്റപ്പ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് ആഡ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇമേജസ് എല്ലാം സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ പ്രൈമറി ടെക്സ്റ്റ്, അതായത് തന്നെ ഹെഡ്ലൈനൊക്കെ കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് എന്നുള്ള രീതിയിൽ ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹെഡ്ലൈൻ കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക, അതായത് കോൾ ആക്ഷൻ എന്താണ് വേണ്ടത് അത് കൊടുക്കാം. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഡൺ കൊടുക്കുക.
ഇപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശമായി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഞാൻ ടെസ്റ്റ് എന്ന് കൊടുത്ത് ഈ ഒരു മുകളിൽ വരുന്ന ടെക്സ്റ്റാണ് നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രൈമറി ടെക്സ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ടെസ്റ്റ് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഈ ഹെഡ്ലൈൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ജസ്റ്റ് മാറ്റിയപ്പോൾ ഇവിടെ താഴെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് നല്ലൊരു ഹെഡ്ലൈനും ഇവിടെ എന്ത് ചെയ്യുക സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡിസ്ക്രിപ്ഷനാണ്, പിന്നെ കോൾ ടു ആക്ഷൻ ആണ്. കോൾ ടു ആക്ഷൻ സെൻഡ് മെസ്സേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇത്ര ചെയ്തതിന് ശേഷം പിന്നെ ചാറ്റ് ബിൽഡർ ഉണ്ട്. ചാറ്റ് ബിൽഡറെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം. ചാറ്റ് ബിൽഡറിൽ നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ബൈ ഡിഫോൾട്ടായിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരാൾ നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി മെസ്സേജ് വരും. ഇപ്പോൾ നിങ്ങൾ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് എത്ര എന്നുള്ളതൊക്കെ മെസ്സേജിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ലീഡിൽ ചെയ്യുന്നതിൻ്റെ വേറൊരു മെത്തേഡ് ഇതിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ സെപ്പറേറ്റായിട്ട് ചാറ്റ് ബിൽഡർ എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഇത്ര ചെയ്തതിന് ശേഷം നേരെ എന്ത് ചെയ്യുക, പബ്ലിഷ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് എൻഗേജ്മെൻറ്റ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആയിട്ടാണോ എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ കാണാം. അതുവരേക്കും ബൈ.